ഹായ് ഫ്രണ്ട്സ്. അപ്പോഴേ നമുക്കിത് രണ്ട് തക്കാളി വെച്ചിട്ട് അടിപൊളി ഒരു രസം ഉണ്ടാക്കി നോക്കിയാലോ. അതായത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രസം പോലെയല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു രസമാണ് കേട്ടോ. അപ്പോൾ അതിന് മെയിനായിട്ട് ഈ രണ്ട് തക്കാളിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ തക്കാളി രസം ദാണ്ടെ ഇതാണ് കേട്ടോ. വെറൈറ്റി രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മള് രസം പിന്നെ ഇത് ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ രസം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പൊ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ രണ്ട് തക്കാളി എടുത്ത് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഈ തക്കാളിയുടെ ആ തൊലിയൊക്കെ ഒന്ന് ഇളകി വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ തക്കാളി ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റാം. അതാണ്ട് നമ്മുടെ തക്കാളി രണ്ടും ഇവിടെ സെറ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ തൊലിയൊക്കെ ഒന്ന് ഇളകി വന്നേക്കുന്നത് കണ്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. എന്നിട്ട് ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ആ തൊലിയൊക്കെ അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ ദാണ്ടെ അതിന്റെ അതൊന്ന് തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മേളത്തെ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയണേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 8-9 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂണൊക്കെ കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കൂടെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് കണക്ക് നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അതെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് രസം ഉണ്ടാക്കാനുള്ള ഒരു പാത്രം എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ വെളിച്ചെണ്ണേന്റെ പാത്രം എൻ്റെ കയ്യിൽ നിന്ന് കൈ തട്ടി താഴെ വീണ്. ഞാൻ വിചാരിച്ച എല്ലാം കുളമായിരുന്നു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അപ്പൊ താഴെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കേ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് അതിലേക്ക് 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കടുകൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉലുവ വേണമെങ്കിൽ മുഴുവൻ ഉലുവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇനി നമ്മുടെ ആ ഒരു മിക്സ് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വഴറ്റൊന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ നെല്ലിക്ക സൈസ് വലുപ്പത്തിലുള്ള പുളി എടുത്തൊന്ന് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു അരക്കപ്പ് ഉണ്ടാവും. അപ്പൊ ഇത്രയും വെള്ളം ചേർത്തിട്ട് എനിക്കൊരു കുറവ് പോലെ ഫീൽ ചെയ്തു. ഇത്രയും കൂടെ വെള്ളം ആവാതെ രസമല്ലേ, കുറച്ച് ലൂസായിട്ടിരുന്നെങ്കിലല്ലേ അതിന്റെ ആ ഒരു ഭംഗി വരുള്ളൂ. അപ്പൊ ഞാനൊരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു പാകത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ ഉലുവാപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ നമുക്ക് ഒരു ടീസ്പൂണൊക്കെ സാമ്പാർ പൗഡർ ആണ് കേട്ടോ. അപ്പൊ സാമ്പാർ പൗഡർ ഇത് ഉറപ്പായിട്ടും ചേർക്കണം. ഈ ഒരു രസത്തിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഈ സാമ്പാർ പൗഡർ ചേർക്കുമ്പോഴാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പൊ ദാണ്ടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ മല്ലിയില ഉണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാതെ ഇതിലേക്ക് ചേർത്തോണം കേട്ടോ. മല്ലിയില ചേർക്കുമ്പോഴേക്ക് ആ രസത്തിന്റെ ആ ഒരു ഫ്ലേവർ അപാരാണ് കേട്ടോ. അപ്പൊ താണ്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടല്ല അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. ഇതുപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. അടിപൊളി ഒരു രസമാണ് കേട്ടോ. ഈ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിനോട് മാത്രമല്ലടോ, ഇതിങ്ങനെ വെറുതെ എടുത്തിട്ട് കുടിക്കാനും നല്ല രസം കേട്ടോ. അപ്പൊ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം രസം ഇതുപോലെ തക്കാളിയൊക്കെ അരച്ച് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളും. നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.